ജൂൺ 26 വെള്ളിയാഴ്ച മുഹറവുമായി ബന്ധപ്പെട്ട് ഒരു മുംബൈയിൽ നടത്തിയ ഒരു മുഹറം യാത്രയിൽ ഒരു മുസ്ലിം നാമധാരിയായ ആൾ അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് വിഷഗുളികയോ മറ്റോ കൊടുത്ത് അപായപ്പെടുത്താൻ വളരെ ഭീകരമായ ഒരു ശ്രമം നടന്നുവെന്നും അതിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു. നിങ്ങൾ ഇത്തവണത്തെ മുഹറം യാത്ര ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുമ്പെങ്ങുമില്ലാത്ത വിധം മുഹറം യാത്രയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റിയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താ സംഗതി എന്ന് വെച്ചാൽ ഇറാൻ സംഗതിയുമായൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചർച്ചകളിൽ ഈ പറയുന്ന പോലെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവരും ഒത്തിരി സ്നേഹിക്കുന്നവരും ഒരുപോലെ രംഗത്ത് വന്ന ഒരു മുഹറമായിരുന്നു ഇത്തവണത്തെ മുഹറം. മറ്റേത് മുഹറം 9ഉം 10ഉം ഒക്കെ വിശ്വാസികളായ മനുഷ്യർ വളരെ നിശബ്ദമായി നോമ്പെടുത്ത് അങ്ങ് കഴിഞ്ഞു പോകുന്ന ഒരു കാലമായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഗതി ഈ എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. ഇതിൽ പിടിക്കപ്പെട്ട ആളുടെ പേര് നിസാർ പ്രേംജി എന്നാണ്. 39 വയസ്സുകാരനാണ്. പൂനെയിലെ വിമാനനഗർ സ്വദേശിയാണ്. BBA ബിരുദധാരിയാണ്. ഫയാസ് നിസാർ പ്രേംജി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേരെന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ കാർഡിട്ട് എഴുതുന്നത് മുഴുവൻ യുക്തിവാദിയായ ആൾ, പിന്നെ ഹാരിഫ് ഹുസൈൻ്റെ പിൻഗാമി എന്നൊക്കെ പറഞ്ഞാണ് എഴുതി എല്ലാവരും രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇഷ്ടം. നമ്മുടെ കൂട്ടത്തിലുള്ള സംഗതികളെ സംബന്ധിച്ച് നമ്മൾ തന്നെ പറഞ്ഞാൽ അത് സംഘടന തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കും, നമ്മളെ പണ്ഡിത വിരോധിയാക്കും, നമ്മൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കും. നമ്മളെ പറ്റുന്ന കള്ളങ്ങളെല്ലാം എഴുതി മൂത്രമൊഴിച്ച് തുപ്പി നാറ്റിച്ച് ഇല്ലാതാക്കിക്കളയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വേറൊരു യുക്തിവാദിയെയോ നിരീശ്വരവാദിയെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളിനെയോ കിട്ടിയാൽ നമുക്ക് ഭയങ്കര സൗകര്യമാണ്. പിന്നെ നമ്മളെല്ലാം കയറി അങ്ങ് കടവുറങ്ങും. മൂല്യാക്കന്മാരെല്ലാം അഭിനയിക്കും, അത് വെച്ചങ്ങോട്ട് വീഡിയോകൾ ചെയ്യും. അവരെ എന്തോ വേണമെങ്കിലും പറയാം. മറ്റേത് പറയാൻ പാടാം. കാരണം ഇയാളുടെ ചരിത്രം ഏതാണ്ട് ഇവിടുത്തെ ബോധവും വിവരവും പാണ്ഡിത്യവുമുള്ള പണ്ഡിത സമൂഹം കേൾക്കേണ്ടതാണ്. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ യാത്രയ്ക്ക് പങ്കെടുത്ത ആളുകൾക്ക് ശരീരം വേദനയോ കാലുവേദനയോ ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള വേദന സംഹാരി എന്ന നിലയിൽ ഒരു വ്യാജ സപ്ലിമെൻ്റ് എന്നുള്ള നിലയിൽ ഈ വിഷാംശം കലർന്ന എലിവിഷമായി ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫൈഡ് ഉപയോഗിച്ച് 30,000 ശൂന്യമായ ക്യാപ്സൂൾ, ആ ട്യൂബുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് അതിൽ ഈ പറയുന്ന 50 കിലോഗ്രാം സിങ്ക് ഫോസ്ഫൈഡ് പൗഡറും വാങ്ങി ഓരോ ഗ്രാന്യൂൾസിലും ഓരോ ക്യാപ്സ്യൂളിലും ഓരോ ഗ്രാം വീതം നിറച്ചായിരുന്നു അദ്ദേഹം കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ ചിലർക്ക് ഛർദി വന്നു, ചിലർ ബോധരഹിതരായി വീണു. അങ്ങനെയൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇത് വിഷമാണെന്നറിയുന്നതും ഇയാളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്തതും ഇയാളെ അറസ്റ്റ് ചെയ്തതും. ഇതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഇയാൾ ഈ ബിരുദവും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ഇയാൾ കുറച്ച് സ്വാതന്ത്ര്യവാദിയും കുറച്ച് ഈ അഭ്യാസമുള്ള ആളും ഒക്കെ ആയി ഇങ്ങനെന്ന് ഒരു ഫ്രീഡം എടുത്തു. അപ്പോൾ ആ ഫ്രീഡം എടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇയാളെ സമുദായം മുഴുവൻ അങ്ങോട്ട് ആക്രമിച്ചു, ഭ്രഷ്ട് കൽപ്പിച്ചു, പെണ്ണ് കൊടുക്കാതായി, വിലക്കങ്ങോട്ട് ഏർപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്തു? അയാളുടെ ഉള്ളിൽ കടുത്ത പക, കടുത്ത വിരോധം, കടുത്ത വിദ്വേഷം ഇത് അങ്ങോട്ട് കൂടി വന്നു. ആ വിദ്വേഷത്തിൽ അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ തന്നെ വിദ്വേഷിക്കുന്ന, തന്നെ ഭ്രഷ്ട് കൽപ്പിച്ച, തന്നെ അപമാനിച്ച ആ സമുദായത്തിനെതിരെ തിരിയാൻ തീരുമാനിച്ചു. അയാൾ ഗുളിക ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് ഇതുപോലെ വിതരണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അയാളെ എക്സ് മുസ്ലിം എന്നോ അല്ലെങ്കിൽ യുക്തിവാദിയെന്നോ നിരീശ്വരവാദിയെന്നോ വിളിക്കുന്നതിൽ കാര്യമുണ്ടോ? എനിക്ക് കൂടി ഒരു ലേണിംഗാണ് ഈ സംഭവം. ഇപ്പം എൻ്റെ ഒരു വിശ്വാസം എന്തുവാ? ഞാനൊരു നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നീതിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഒക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് നീതി നിഷേധിക്കുന്നവർ എന്ന് പലപ്പോഴും സാമൂഹ്യ പ്രതലത്തിൽ തോന്നുന്ന മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ വേണ്ടി സംസാരിക്കാറുണ്ട്. ജാതി മതവും നോക്കാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ സമുദായത്തിൻ്റെ ലേബലിൽ ആ പേരുകാരായ കുറേ പേർ വന്ന് എന്നെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അനുഭവങ്ങളും മുൻകൂട്ടിയുള്ള ചിന്തയും ബഹുസ്വരതയുടെ ഭംഗിയാണ് ഏറ്റവും ഭംഗിയെന്ന് വിശ്വസിക്കുകയും അത്തരം മനുഷ്യരാണ് ഏത് ക്രിട്ടിക്കൽ സമയത്തും നമ്മളെ കൈപിടിക്കുക എന്നൊരു ചിന്തയുമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പം വൈരാഗിയാവില്ല. പക്ഷേ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. അവർ വലിയ കടുത്ത വൈരാഗിയായി മാറും. എനിക്കിപ്പോൾ തോന്നുകയാണ്
ഈ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ശാന്തമായൊന്ന് വിളിച്ചിരുത്തിയാൽ പള്ളികളിൽ നിന്നോ പള്ളി നടത്തിപ്പുകാരിൽ നിന്നോ ഇതുപോലത്തെ മൊയ്ലിയാക്കന്മാരിൽ നിന്നോ ഈ ഷജറ മൊയ്ലിയാക്കന്മാരെ പോലുള്ള മൊയ്ലിയാക്കന്മാരിൽ നിന്നോ ഉണ്ടായ ഏറ്റവും മുറിവേൽക്കുന്ന ചില അനുഭവമായിരിക്കും അവരെ പ്രതികാരദാഹികളാക്കി മാറ്റുന്നത്. അതിലാണ് അവർ തിരിയുന്നത്. അതുകൊണ്ട് ഈ ഫയാസ് നിസാർ പ്രേംജി എന്ന 36-കാരനെ ആരിഫ് ഹുസൈൻ്റെ അളിയനായിട്ട് മാത്രം പറയാതെ നമ്മൾ കൂടി ഉണ്ടാക്കുന്ന അളിയന്മാരായിട്ട് കാണണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന.